അല്ല അത് ഞാനല്ല അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരെ മാത്രമല്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയിലത്തെ ആൾക്കാരും ശ്രീ പിണറായി വിജയനെ പോലെയുള്ളവരെ വിളിയിട്ടിട്ടുണ്ട്. കെ കരുണാകരൻ ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തിനാ കൊണ്ടുവന്നത്? ഒരു അന്തസ്സുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളും കുറ്റം പറയാനില്ല. അതിന് ആവശ്യം വന്നാ പറയാനൊട്ടും മടിക്കില്ല. അല്ല അത് ഞാനല്ല അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ എൻ്റെ ഇതിൽ? കാരണം കുറേ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഇതൊന്നും കൊണ്ടു നടക്കണമല്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് സ്റ്റാഫ് പോയവർക്കൊക്കെ അറിയാം. ആരോ എൻ്റെ ഫേസ്ബുക്കിൽ കയറിയതാണ്. അതിപ്പോൾ ഞാൻ ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് അവരെ മാത്രമല്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയിലത്തെ ആൾക്കാരും ശ്രീ പിണറായി വിജയനെ പോലെയുള്ളവരെ വിളിയിട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അദ്ദേഹം ചെയ്തു. കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. അത് കഴിഞ്ഞ് ആരാണ് ഇവിടെ വികസനം കൊണ്ടുവന്നത്? അല്ല, ഒരാളും കൊണ്ടുവന്നില്ല. CPM-ലെ മുഖ്യമന്ത്രിമാരാവട്ടെ, കോൺഗ്രസിൽ തന്നെ വന്നവർ, അതിലൊരു വലിയ കാര്യമൊന്നുമില്ല. കാരണം കെ കരുണാകരൻ ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഭാവന സമ്പന്നനായിരുന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തിനാ കൊണ്ടുവന്നത്? അല്ല, അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നിലപാട് വേറെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ചോദിക്കാനാണ്. ശരി, പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളല്ല, നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ല. അദ്ദേഹം എത്രയോ നാൾ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് വിചാരിക്കുന്നത് എന്താ ഒരു BJP പ്രസിഡന്റ് എൻ്റെ അച്ഛനെ പറ്റി, അത് അന്ന് കുറേ നാളായി. അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വന്നോണ്ടല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അച്ഛനെ പറ്റിയുള്ള വിചാരം അങ്ങനെ തന്നെയാണ്. ആരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സാക്ഷി, എൻ്റെ കുടുംബം ഉറപ്പായിട്ട് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാട്ടോ. അതവരോടായിരിക്കണ്ട, എന്നോടല്ല. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണ നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ ഒരു അന്തസ്സുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളും കുറ്റം പറയാനില്ല. അതിന് ആവശ്യം വന്നാ പറയാനൊട്ടും മടിക്കില്ല.